Hi everyone, this is Shweta. My name is Inder and welcome to our Channel. It's time for Abraham Osler. Let's watch. It's Watch climax it. time. It's a climax part, yeah. Let's watch. കൃഷ്ണദാസ് ദരിദ്രനായതുകൊണ്ടും സംഘബലം കുറവായതുകൊണ്ടും അവന്റെ പ്രതിഷേധം അധികകാലം നീണ്ടു നിന്നില്ല. പിന്നെ മെഡിക്കൽ കോളേജും അന്നത്തെ കാലവുമായതുകൊണ്ടും ഒരു സർജറിയും ഒരിക്കലും 100% വിജയം ഗ്യാരണ്ടി ചെയ്യാത്തതുകൊണ്ടും അത് പതിയെ ഒതുങ്ങിപ്പോയി. ഇനി ജീവനുള്ള ശരീരത്തിൽ കത്തിവെച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ I will trash you, leave the campus and never come back. I am suspending you from the college with immediate effect. You are suspended from the college for a month. Go. നീ കൊച്ചു പിള്ളേരെ പോലെ എടാ അലക്സേ, നീ എന്ത് ചെയ്തിട്ടാണ് അലക്സേ? ഞങ്ങളൊക്കെ ഇല്ലടാ, നാണെ പണിത്തരണ്ട. നിന്നെ മാത്രം ഇങ്ങനെ പുറത്താക്കാനൊന്നും പറ്റില്ലടാ. ഈ സർജറിയുടെ ഫസ്റ്റ് അസിസ്റ്റന്റ് ആരാ? Oh, they are high. ആ തെണ്ടി. എടാ നിന്നെ പുറത്താക്കിയ അതിന്റെ അർത്ഥം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് സംഭവിച്ചു. എടക്കല്ല. എടാ ഈ പ്രശ്നം നമ്മൾ ആളി കത്തിക്കും. അല്ലേലും അവൻ പറഞ്ഞിട്ടല്ലടാ നീ നെർവ് കെട്ടിയത്. சொல்றது கேள்றா. നീ എന്റെ ചാച്ചനെ വിളിച്ചു പറ, ഒരു കയ്യബദ്ധം പറ്റിയെന്ന്. ഞാൻ എന്റെ പപ്പയെ വിളിച്ചു പറയാം. டேய் மாப்பிள்ள, அவனுக்கு ஏதாவது செய்யணும்டா. அவனுக்கு ஏதாவது பலமா கொடுத்துட்டு தான் நான் ஊருக்கு கிளம்ப போறேன். இந்த கூட வருணவருக்கு வரும். രാഘവട്ടാ, That guy. ഞാൻ സ്റ്റഡി ലീവും കസിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് പോയ ആളെന്താ പോലും പെട്ടെന്ന്. അതൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും കൊച്ചിന്റെ കയ്യിൽ കാര്യമായിട്ട് കവറ് ഞാൻ കണ്ടു. ഓ, സർപ്രൈസ് ബർത്ത്ഡേ വിസിറ്റ്. ബർത്ത്ഡേയാണോ? അല്ല, ഞാൻ പോയിട്ടുണ്ടല്ലോ ചുറ്റും. എന്നിട്ട് അടുത്ത ചെല്ലി ഇതിനൊക്കെ ഒരു കണക്കുണ്ടല്ലോ ഡോക്ടറെ. No. Then he also took revenge for him. Remember he said at that time you guys dissected me. Remember? In the same hall, remember? Oh man. എടാ സെൽവ, ഇപ്പൊ തന്നെ സെഡേഷൻ കൂടുതലാ. തുറന്നോ? നീ വലിയ സർജൻ അല്ലടാ, കഴിവേറിട മോനെ. അലക്സാണ്ടർക്ക് കൈകൾ മാത്രം പോരാ, എന്നെ കൊണ്ട് കടാലവലാദികളുടെ കുണ്ടി കയ്യിട്ട തീട്ടം നോട്ടിക്കണോല്ലടാ പൊട്ടി. This is the last time I'm putting knife on a living body. மாப்பிள்ள, இவனுக்கு என்ன சர்ஜரி பண்ணலாம் மாப்பிள்ள? வலுதாയി ചെയ്യണോ? Shit. ചെറുത്ത് മതി. ഹാപ്പി ബർത്ത്ഡേ അലക്സ്. Oh, damn. പറടാ, കിടക്കടാ. മതി, ചത്തു ഓടാവൻ. വാട്ട്സ് നെക്സ്റ്റ് മാപ്പിള? ആദ്യം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇവിടെ നീ
ഒരു തെളിവും ബാക്കിയാക്കണ്ട. Uh-oh. നിങ്ങളിവിടെ വന്നിട്ടുമില്ല, ഞാനൊന്നും കണ്ടിട്ടുമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ ശിവ. Oh. ശിവ, ഇപ്പൊ എന്നടാ പണ പോറോ? ചത്തോടാ വണ്ടി നിർത്തടാ. தேவி பார்த்து பண்றா. What was he doing? Accident. Damn. All he wanted was to become a good doctor. A good doctor. Doctor. Alexander. അതോടെ കൃഷ്ണദാസിന്റെ പിന്നാലെ എന്നേക്കുമായി അലക്സാണ്ടറും ഇല്ലാതെ. Okay. ഞാൻ സിവിയർ ഇഞ്ചുറിയുമായിട്ട് കുറെ കാലം കോമയിലായിരുന്നു. Oh. അപകടത്തിന് മുമ്പ് ഞാൻ എല്ലാവരെയും നിർബന്ധിച്ച് കാറിൽ കയറ്റുകയായിരുന്നു എന്നൊക്കെ അവർ പിന്നീട് ക്യാമ്പസിൽ പറഞ്ഞു പറയാം. Okay. They put the blame on him. 8 മാസത്തോളം ഞാൻ കോമയിലായിരുന്നു. Oh. ഞാൻ എവിടെയാണെന്നും എനിക്കെന്ത് സംഭവിച്ചതെന്നൊന്നും ആരും അറിഞ്ഞില്ല, ആരും അന്വേഷിച്ചില്ല. ഒരാളൊഴി. Suja. Unfortunately, GCS is still at 0. There is no hope for recovery. ഇല്ലമ്മേ, ഒരുപാടായില്ലേ. ഇയാളെ എങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്താതെ നമുക്കിത് റിമൂവ് ചെയ്യാം. Oh. Uh-oh, watch out, watch out. Damn. അടുത്തതിനും ഞാൻ ഇല്ലാതാവുമെന്ന് മനസ്സിലാക്കിയ സുജ ആ രാത്രി പുലരാൻ കാത്തു നിന്നാല് ആദ്യ പ്രണയത്തിന്റെ രക്തസാക്ഷിയായി ഈ ചെയിൻ ഓഫ് എവൻസിന്റെ രണ്ടാമത്തെ കൊളാറ്ററൽ ഡാമേജ് ആയി അവൾ മരിച്ചു. അത് ഞാൻ അറിഞ്ഞു പോലും. അവളില്ലാതായ ആദ്യ ദിനം തന്നെ എനിക്ക് ജീവൻ വെച്ചു. കഴിയായിരുന്നെങ്കിൽ He came back from coma, but he was too late. പിന്നീട് ഓൺ ആൻഡ് ഓഫ് കോമ പോലുള്ള അവസ്ഥ കുറേക്കാൽ സന്ദർശകർ പതിയെയില്ലാതെ ഞാൻ തനിച്ചായി. എന്നെ പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അമ്മ ഒരുപാട് ശ്രമിച്ചു. ഞാൻ പതിയെ സംസാരിച്ചു തുടങ്ങി, വായിച്ചു തുടങ്ങി. തിരിച്ചു വരാൻ മടിച്ചു.
അതിലൊന്നായിരുന്നു എൻ്റെ മെഡിക്കൽ PG കാലഘട്ടം. അത് ഞാൻ പൂർണ്ണമായും മറന്നുപോയി സുജി. അതിനിടയിൽ എന്നെ തനിച്ചാക്കി മമ്മ പോയി. ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു. ഓർമ്മകളില്ലാത്ത മനുഷ്യൻ നഷ്ടപ്പെട്ട് നടുക്കടലിൽ അലയുന്ന ഒരു പായ്ക്കപ്പൽ മാത്രമാണ് ഉസ്മാൻ. എൻ്റെ ഡിസോസിയേറ്റീവ് അംനീഷ്യ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് ഞാൻ ഇന്നേ ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഒരിക്കൽ ജൂനിയർ യേശുദാസ് എന്ന് പോലും അറിയപ്പെട്ടിരുന്ന ഒരു കലാകാരൻ വിധിയുടെ വിളയാട്ടം കൊണ്ടോ അതോ മെഡിക്കൽ കോളേജിലെ ഒരു കൂട്ടം ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ടോ എന്നറിയില്ല, അദ്ദേഹത്തിന് തന്റെ ശബ്ദം തന്നെ നഷ്ടപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണദാസ് ഇവിടെ എത്തിയിരിക്കുകയാണ്, ഒരു പുതിയ ആളായിട്ട്. കൃഷ്ണദാസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ കൃഷ്ണദാസ് യഥാർത്ഥത്തിൽ What is memories? അതായിരുന്നു എൻ്റെ സ്റ്റിമുലൈ, എൻ്റെ ബ്രേക്കിംഗ് പോയിന്റ്. എനിക്കെന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. മിസ്റ്റർ കൃഷ്ണദാസ് അല്ല, എന്നെ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഡോക്ടർ അലക്സാൻ. കൃഷ്ണദാസ്. No, this is how they started. Plan the revenge. They changed the name. പിന്നീട് അങ്ങോട്ട് കാലങ്ങളോളം നീണ്ട ആളും അർത്ഥവും വരുന്നുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഹോസ്റ്റൽ. അറ്റൻഡിങ് ടു എവറി ഡീറ്റെയിൽ. ഡോക്ടർ സേവിയെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സത്യമറിയാൻ പുറത്തൊരാൾ വേണം. അതുകൊണ്ടാണ് കൃഷ്ണദാസ് പിടി തന്നതല്ലേ? സുധാകരൻ പയ്യാരത്ത് താങ്കൾക്ക് രേഖകളിലെ അലക്സാണ്ടർ ആരാണ് അയാള്? അത് താങ്കൾ അയാളോട് ചോദിക്കൂ സർ. Okay. പ്രിയപ്പെട്ട പലരും നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. മറ്റാരെക്കാളും നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഹോസ്റ്റലർ. മറ്റെല്ലാവരുടെയും മക്കളെ ടാർഗറ്റ് ചെയ്ത താങ്കൾ സേവിയുടെ അമേരിക്കയിലുള്ള മകളെ മാത്രം വെറുതെ വിട്ടു. കാരണം സേവിക്ക് കൊടുക്കുന്ന ശിക്ഷ അത്ര പേഴ്സണൽ ആയിരിക്കണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നു. Am I right? തങ്ങളുടെ ഈ ദൗർഭാഗ്യങ്ങൾക്കെല്ലാം കാരണക്കാരായവരെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കെതിരെ തെളിവുകളില്ല, സാക്ഷികളില്ല. പക്ഷെ അവരെല്ലാവരും ഇപ്പൊ കരയുന്നു. നിങ്ങൾക്കത് മതി. ഹാപ്പി ദാറ്റ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഞങ്ങളുടെ കഥ അറിയാൻ പറ്റും. അത് മതി, അത് മാത്രം. ഒരാളുടെയും ജീവൻ എടുക്കുന്നത് അനുവദിക്കാൻ നിയമം പറയുന്നില്ല അലക്സാണ്ടർ. പിന്നെ നിങ്ങൾ കൊന്ന 3 പേരും മരണം അർഹിക്കുന്നവരായിരുന്നില്ല. ഇതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്നു എന്റെ മുന്നിൽ. തെറ്റുകൾ ഉണ്ടാവില്ല ഹോസ്റ്റലർ, ശരികൾ മാത്രം കാണും. ഓക്കെ, സീ യു ടുമോറോ. നാളെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉള്ളതല്ലേ? ടേക്ക് റെസ്റ്റ്. സേവിയോടൊന്ന് സംസാരിക്കാൻ പറ്റും. ഇദ്ദേഹത്തെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഹോസ്റ്റൽ വരണം സർ. അകത്താണ് സാർ. അയാൾ റിക്വസ്റ്റ് ചെയ്തെന്ന് വെച്ചിട്ട് സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. ആർക്കും പരാതിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ പോലീസ് എന്ത് ചെയ്യാണ്?
Kill him, kill him. What a small world. And here we meet again. Oh, look at him. Seriously. Still egoistic. Indeed. പണ്ട് എച്ചോടി പറഞ്ഞതുപോലെ നീ പിന്നീട് ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ കത്തിവെച്ചിട്ടില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കയറിനായി പേരെടുത്ത് റിട്ടയർ ചെയ്യും. അടുത്ത ആഴ്ച ആത്മകഥാ പ്രകാശനത്തിനെത്തിയിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്. Thanks. ആക്സിഡന്റ് കഴിഞ്ഞ് മാസങ്ങളോളം ഞാൻ കോമയിൽ കിടന്നിട്ടും നിങ്ങൾ ആരും ഒന്നും എന്നെ കാണാൻ വന്നില്ല. ഈ കൃഷ്ണദാസിനെ കുറിച്ച് വെറുതെ ഒന്ന് തിരക്കിയത് പോലുമില്ല. നീ കള്ളോടിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങളും കൂടി അനുഭവിച്ചത്. പിന്നെ ഇയാളൊക്കെ ശരി, ബോധമില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ അപകടം. നീ എത്രയൊക്കെ വളർത്തൊടിച്ചാലും എത്രയൊക്കെ കള്ളം പറഞ്ഞാലും നിയമം നിന്നെ രക്ഷിച്ചെടുത്താലും ഞങ്ങളെ കൊല്ലാതെ കൊണ്ട കുറ്റത്തിൽ നിന്ന് കുളിച്ചുവിടാനാവില്ല. അലക്സേ, അന്നും നീ തന്നെയായിരുന്നു പുണ്യാളൻ, ഇന്നും നീ തന്നെ അല്ലേ? നിനക്കറിയാലോ, ദൈവം ചിലരെ വളർത്തും, ചിലരെ തളർത്തും. അത് ഓരോരുത്തരുടെ പേര്. ഇന്ന് ഞാൻ ജീവനോടെ നിന്റെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ കറക്റ്റാണ്. ശരി, ദൈവവും പരദീസയൊക്കെ എന്നെ കൈവിട്ടവരാണ് ഞാനും മിണ്ടാപ്രാണിയൊക്കെ. പക്ഷേ ചെകുത്താൻ ചിലപ്പോൾ നേരിട്ടിറങ്ങും ഞങ്ങളെ രക്ഷിക്കാൻ. അയാളുടെ കയ്യിൽ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. whatever it is, be in hell with the devil. Alexander Joseph. Good luck. Good luck. Thank you for saving my life, Asla. നിങ്ങൾ മരിക്കേണ്ട ആളായിരുന്നു ഡോക്ടർ. I am so sorry that you are still alive. But I am so sorry that you are disappointed. Oh man, ego. Shit, man. എന്റെ ക്ഷണം Seriously. സ്വീകരിച്ച് ഈ എളിയ ഓർമ്മക്കുറിപ്പുകളുടെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ പ്രിയപ്പെട്ട വായനക്കാർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം റിട്ടയർ ആകുന്നത് വരെയുള്ള 32 വർഷത്തെ സേവനകാലത്ത് ആത്മാർത്ഥതയോടെ മാത്രമേ ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ബെന്യാമിൻ സൂചിപ്പിച്ചതുപോലെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് എഴുതാൻ കഴിഞ്ഞത്. ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്വാധീനങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാത്തതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കളെ സമ്പാദിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിനും റിട്ടയർ ചെയ്തിട്ട് പോലും കഴിഞ്ഞ ആഴ്ച എന്നെ കൊല്ലാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. അത് നടക്കാതെ തടയാൻ പോലീസ്. അശോക് സെൽവരാജിന്റെ മരണം കഴിഞ്ഞപ്പോ ഇരകളുടെ മുറിവിൽ ചുറ്റും കണ്ട ആ നീലവരയെ പറ്റി തനിക്കൊരു സംശയം തോന്നി. ആ ഇക്ക് ഹൈദരാബാദിൽ പരിശോധന കേസിന്റെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതൊരു സാധാരണ ഇങ്കല്ല. ഇറ്റ്സ് മെത്തലിൻ ബ്ലൂ. അതിന്റെ കൂടെ അഗർ അഗർ എന്ന സബ്സ്റ്റൻസിന്റെ ട്രേസസും ഉണ്ട്. ബാക്ടീരിയ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്. ബാക്ടീരിയം ആ നീലവരയിൽ വളരുന്നുണ്ട്. ക്രോമോബാക്ടീരിയം വൈലിഷ്യം. അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 7 ദിവസമാണ്. 7 days. അവർക്കിതാ എന്റെ കൈ. Oh, he got us something. Yeah, remember he just cut and he came. എന്റെ വിരമിക്കൽ മുദ്രകളുടെ കൂട്ടത്തിലെ മറ്റൊരു ബഹുമതിയായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കി. ഈ ബാക്ടീരിയം ശരീരത്തിൽ പ്രവേശിച്ചാൽ 7-ാം ദിവസം മാത്രമേ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങൂ. പിന്നെ ഒന്നുകിൽ മയോകാർഡൈറ്റിസ് വന്ന് സഡൻ കാർഡിയക് അറസ്റ്റ്. Gone. He was that blue in. മരണത്തിലേക്ക്. Is there any treatment? No, Oscar. There is no cure. 100% മരണനിരക്കുള്ള
ഒരു യുണീക് ബാക്ടീരിയ. ഒരു തവണ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ശരീരത്തിലെ ഓരോ അവയവങ്ങളെയായി നശിപ്പിക്കും. മരണം സുനിശ്ചിതം. Done. സർപ്പരാജാവായ തക്ഷകനെ പേടിച്ച് മഹാരാജാവ് തടാകത്തിന്റെ നടുവിൽ ഒരു ദിവസം സൂര്യാസ്തമയത്തിന് തൊട്ടു മഹാരാജാവിനെ കാണാൻ ചില സന്യാസിമാരെത്തി. കഴിഞ്ഞ 7 ദിവസമായി തന്റെ പ്രാണന് വേണ്ടി പ്രാർത്ഥിച്ച സന്യാസിമാരോടുള്ള നന്ദി സൂചകമായി അവർ കൊണ്ടുവന്ന പഴങ്ങളിൽ നിന്നും ഒരെണ്ണം എടുത്ത് മഹാരാജാവ് രാജാവിന് അറിയില്ലായിരുന്നു ഒരു കുഞ്ഞിപ്പുഴുവിന്റെ രൂപത്തിൽ തക്ഷകൻ അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന്. പക്ഷെ ഞങ്ങളെ രക്ഷിക്കാൻ ചിലപ്പോ ചെലുത്താൻ നേരിട്ട അയാളുടെ കയ്യിലുണ്ടാവും ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. That one cut. Done. Everything is out. Okay, sleeping. We're sleeping. But nice, huh? Nice twist. Very nice. Oh. ഹലോ ഓസ്ലർ. ഹലോ അലക്സാണ്ടർ. ഹലോ കൃഷ്ണദാസ്. പുസ്തകം എഴുതാൻ ഓഫറുകളുണ്ടെന്ന് കേട്ടു. യുദ്ധം അവസാനിക്കുമ്പോൾ ശവങ്ങൾക്ക് വേണ്ടി കഴുകന്മാർ വരുന്നത് സ്വാഭാവികമല്ലേ? താങ്കളുടെ ഒരു ചോദ്യത്തിന് ഞാൻ പകുതി മറുപടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സേവിയുടെ മകൾ അമേരിക്കയിൽ നിന്ന് ലീവിന് തിരിച്ചു വരുന്നതുവരെ എനിക്ക് കാത്തിരിക്കാമായി. ഞാൻ നിർബന്ധിച്ചിരുന്നെങ്കിൽ കൃഷ്ണദാസ് ദേവിക്ക് പകരം മകളെന്നതിൽ സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഞാനിത് ചെയ്തത് താങ്കൾക്ക് വേണ്ടി. താങ്കളെ അന്വേഷണ ഉദ്യോഗസ്ഥനായിക്കട്ടെ. താങ്കളൊരു നല്ല മനുഷ്യനാണ് ഹോസ്റ്റർ. നമ്മൾ കണ്ടുമുട്ടേണ്ടവരായിരുന്നു. യു ആർ സോ ഡെസ്റ്റൈൻഡ് ടു മീറ്റ്. നമ്മൾ ഇനിയും കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കും. Bone residue, Osler. Bone residue. Yeah. Bone residue. What is that? Pieces of bone. Bone residue. രാവിലെ വന്ന് എന്നെ കാണാതെ പോയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു സാർ ഇന്നിനി വരില്ലായിരിക്കുമെന്ന്. സാർ നല്ല തിരക്കിലല്ലേ? എന്തായാലും ഡിന്നർ നന്നായിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ കേസിൽ രണ്ടുപേരും ഇന്ന് കണ്ടായിരുന്നു. പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. Suddenly why is he asking? സാറ് ഇത് ചോദിക്കലെത്തിയെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ സാറേ, എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ ഭാര്യയും മോളെയും എവിടെയാണ് കുഴിച്ചിട്ടതെന്നല്ല ഞാൻ ചോദിച്ചത്. അവരിപ്പോ എവിടെയാണെന്നാണ് ചോദിച്ചത്. What? വിനീത്, നിന്റെ കാറിന്റെ ഡിക്കിയിൽ നിന്നും
അവരുടെ ചോര പുരണ്ട വസ്ത്രങ്ങളും വലിയൊരു കൊടുവാളും കിട്ടി. Okay. വാളിലും വസ്ത്രത്തിലും കണ്ട രക്തം DNA ടെസ്റ്റിലൂടെ എന്റെ ഭാര്യയുടെയും മോളുടെയുമാണെന്ന് തിരിച്ചറിഞ്ഞു. ആ ഷോക്കിൽ എല്ലാവരും വിട്ടുപോയ കേരള പോലീസിന് ഇന്നേ വരെ പരീക്ഷിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒന്നുണ്ടായിരുന്നു. ബോൺ റെസിഡ്യൂ. എല്ലിന്റെ He chopped them, right? There should be bone pieces when he chops them. ഉപയോഗിച്ച ശേഷം അതെത്ര കഴുകിയാലും ഈവൻ കെമിക്കൽ വാഷ് ചെയ്താൽ പോലും ബോൺ റെസിഡ്യൂ പോകില്ല. Oh, നീ എന്റെ കുടുംബത്തെ വെട്ടിമുറുക്കാൻ ഉപയോഗിച്ച കത്തിയിൽ ബോൺ റെസിഡ്യൂവിന്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നു. okay. ചെക്ക് ചെയ്തു വിനീത്. ദാറ്റ് മീൻസ് എന്റെ ഭാര്യയും മോളും Okay. വെട്ടിമുറുക്കപ്പെട്ടിട്ടില്ല. Okay. സോ നീ എന്തായാലും അത് ചെയ്തിട്ടില്ല വിനീത്. Oh, it's someone else who did it. അവരെ ആരെന്ത് ചെയ്തു എന്നുള്ളത് നിനക്കറിയാമോ? പറയേ, ആരാണ് ഇതിന്റെ പിറകില്? പറയടാ. He's laughing. ഇത്ര കാലായിന്നറിയോ ഞാൻ ഇതിനെ കാത്തിരിക്കുന്നു. Damn. നീ വല്ല ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ? മിടുക്കണ്ണെ കണ്ടുപിടിക്കേ. Let's see what you're made of. Oh man. Is it? So they are alive. Or what happened? No idea. Oh come on, there's going to be part 2 of what? Oh shit, why? Oh no. Oh, what a movie, man. Shit. Oh shit. Malayalam movies are always good. The way it gives you the twist is crazy. But what about this twist? I was waiting for so long that where is the wife or there should be something, but now this is totally different. So it's not him who did it. Someone else has done it. And now who is he? And how does Alexander know this? That's what I was thinking. bone residue he gave there? Come on, his case is familiar, of course, so he might have got the information publicly because he knew. He was saying, I know what you have been through, so that can be the case. But he gave a very powerful hint. But I also liked it. I thought he's safe. But the thing is that blue mark killed him. That was perfect. It had a back. First I thought why he's doing and all, but this was the perfect thing. He has done. Because a girl lost his life. The other guy, the lost his Krishnadas, voice. yeah. He lost his life. Like his life was spoiled and everything. He could not remember certain things till long, like 30 years, of course. But this bone residue was a crazy twist, man. I was not expecting that at the end of the movie we'll get a hint for the second movie. I want to see now. I thought Let them make the second movie, then you will watch it. I thought it will be like in this movie only, but this was even when he was questioning him. So even the question by changes like. Where is my wife? And Yes, I am yes. not asking where is the body. I am asking where is my wife and daughter. So is and he the way he alive? is like, Oh God. the way you seem to be a smart investigator, right? Investigate. Damn. Nice, yeah. Twist, crazy And ending. it almost completed 3 years, huh? So you have not seen his wife and daughter. Yes, and now it's going to be very difficult to track in the next second part because the evidence and everything is gone for a toss. It's always everything is vanished. Cool. I'm excited for part 2 now. And part 2, there will be a Momoka. You never know. Let's see, guys. Let's wait for more. Till that time, keep watching our channel. Do like, subscribe. Share, comment, Click on the bell icon.